പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് CPM നേതാക്കളുടെ മക്കളെയും ബന്ധുക്കളെയും നിയമിച്ചതിലെ പരാതിയിലാണ് മന്ത്രി EP ജയരാജനെതിരെ അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ പറയുന്നത്. ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിലെ 2013 സുപ്രീംകോടതി നിരീക്ഷണമനുസരിച്ച് പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കുറ്റമുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാം. എന്നാൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെയുള്ള പരാതിയായതിനാൽ 42 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം നടത്തി FIR രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടിവരുമെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം തന്നെ നാണുനമ്പ്യാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ 1963 സുപ്രീംകോടതിയുടെ നിരീക്ഷണം സമാന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തെ അനുകൂലിക്കുന്നില്ല. മന്ത്രിക്ക് നേരിട്ട് നിയമനം നടത്തി ഉത്തരവിറക്കാൻ കഴിയില്ലെന്ന വസ്തുത നിലനിൽക്കെ ആശ്രിതർക്ക് നിയമനം നൽകാൻ ശുപാർശ ചെയ്താൽ അത് ദുർഭരണത്തിന്റെ പരിധിയിലാണ് വരികയെന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം. അങ്ങനെയെങ്കിൽ അഴിമതി നിരോധന നിയമത്തിന്റെ കീഴിൽ വരാത്ത ആരോപണം വിജിലൻസിന് അന്വേഷിക്കാൻ സാധിക്കില്ല. അതേസമയം ദുർഭരണത്തിന്റെ പരിധിയിൽ വരുന്ന പരാതി അന്വേഷിക്കുന്നതിനായി സർക്കാരിന് ലോകായുക്തയ്ക്ക് കൈമാറാമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബന്ധുനിയമന വിവാദത്തിൽ വിജിലൻസ് ലോകായുക്ത അന്വേഷണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പരാതി പരിശോധിക്കുമ്പോൾ ഈ നിയമവശങ്ങൾ പരിഗണിക്കാതിരിക്കാനാവില്ല. അതിനാൽ അന്വേഷണം സംബന്ധിച്ച സർക്കാരിന്റെയും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെയും നിലപാട് നിർണായകമാണ്. മിഥുൻ സുരേന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.